Voice of Marketing, in touch with positive people. എല്ലാവർക്കും വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ തിരുവോണ ആശംസകൾ. എപ്പോഴാണ് ഒരു റീറ്റെയിലർ സംതൃപ്തി അനുഭവിക്കുന്നത്, സംതൃപ്തി അനുഭവിക്കുന്നത്? ഉറപ്പായിട്ടും ആ റീറ്റെയിലറുടെ എൻ കൺസ്യൂമർ, അവസാനം ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന എൻ കൺസ്യൂമർ, അതാണ് ശരിയായ കസ്റ്റമർ എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന കസ്റ്റമർ, എൻ കൺസ്യൂമർ, ആ കസ്റ്റമർ സാറ്റിസ്ഫൈ ആയി ആ ഷോപ്പിൽ നിന്നും സംതൃപ്തിയോടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുക, അയാളുടെ നിറഞ്ഞ ചിരിയോടെ ശരി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഒരു റിയൽ ആയിട്ട് അയാളുടെ മനസ്സിൽ സംതൃപ്തി തോന്നുന്നത്. ആ സംതൃപ്തി എന്തുകൊണ്ട് ആ സംതൃപ്തി കിട്ടുന്നു? അയാളുടെ എൻ കൺസ്യൂമർ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോടെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ഒരു റീറ്റെയിലർ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു റീറ്റെയിലർ സംതൃപ്തി അനുഭവിക്കുന്നത്. മാർജിനേക്കാൾ ഉപരി, ലാഭത്തേക്കാൾ ഉപരി ഒരു കസ്റ്റമർ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കാൻ സാധിക്കണം. വീണ്ടും ഞാൻ വരാട്ടോ എന്ന് പറയണം. അവിടെയാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റീറ്റെയിലർ അനുഭവിക്കുമ്പോൾ ആ റീറ്റെയിലർ അത് തൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്കോ കൊടുക്കും. ആ ഡിസ്ട്രിബ്യൂട്ടർ ആ സാറ്റിസ്ഫാക്ഷൻ കമ്പനിക്ക് കൊടുക്കും. ആ കമ്പനി അതനുസരിച്ച് ഉള്ള പ്രോഡക്റ്റുകൾ, നല്ല സർവീസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകും. ഒരു എൻ കൺസ്യൂമറിൽ നിന്നും, ഒരു റീറ്റെയിലറിൽ നിന്നും, ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും ഒരു കമ്പനിയിലേക്ക് എത്തുന്ന, അപ്പോൾ ഈ ചാനൽ വളരെ സംതൃപ്തിയായിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ എല്ലാവർക്കും ഉള്ളതാണ്. ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ഒരു റീറ്റെയിലർക്ക് കഴിഞ്ഞിരിക്കണം. ഒരു കസ്റ്റമർ വളരെ വാല്യൂ ഉള്ളതാണ്, വളരെ വിലപിടിപ്പുള്ള ഒരാളാണ് ഒരു കസ്റ്റമർ. ഒരു കസ്റ്റമർ എങ്ങനെ വന്നാലും, അയാൾ വളരെ വെൽ ഡ്രസ്സായിട്ട് വന്നാലും, അയാളുടെ ഡ്രസ്സ് മുണ്ടും ഷർട്ടും ആണെങ്കിൽ പോലും, അയാൾ ലുങ്കിമുണ്ടെടുത്ത് നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വന്നാലും, എല്ലാ കസ്റ്റമറെയും, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നവനും 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്നവനും 5000 രൂപയ്ക്ക് വാങ്ങിക്കുന്നവനെയും ഓരോ മനസ്സോടെ കാണാൻ നമുക്ക് കഴിയണം. ചിലപ്പോൾ 5000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ആൾ നാളെ തരാൻ പൈസ എന്ന് പറഞ്ഞിട്ട് പോകും. ആ സമയം 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നയാൾ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്നയാൾ റെഡി ക്യാഷ് പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ ക്യാഷ് എടുത്ത് തന്നിട്ട് പോകും. പിറ്റേ ദിവസം ഈ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നയാൾ ചിലപ്പോൾ 50,000 രൂപയ്ക്ക് റെഡി ക്യാഷ് തന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ സംഭവിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ ഇൻ ഷോർട്ട്, എല്ലാ കസ്റ്റമറെയും, എല്ലാ മനുഷ്യരെയും ഒരുപോലെ, ജീവിതത്തിലായാലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും ഒരുപോലെ കൺസിഡർ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ കാര്യം, കസ്റ്റമർ പോയാൽ പോയതാണ്. കമ്പനി ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു കസ്റ്റമർ പോയാൽ, എൻ കസ്റ്റമറിനെ ഒരു റീറ്റെയിലർക്ക് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കമ്പനികൾ ഇഷ്ടം പോലെ കിട്ടാം, ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്ടം പോലെ കിട്ടാം, പക്ഷേ സാറ്റിസ്ഫാക്ഷനോടെ ഒരു റീറ്റെയിലർക്ക് ഒരു എൻ കൺസ്യൂമറിനെ അയക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിന് നിങ്ങളുടെ കസ്റ്റമർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അയാളെ സാറ്റിസ്ഫാക്ഷനോടെ, അയാളുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് അയക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. റീറ്റെയിലിൻ്റെ റെസ്പോൺസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് ഒരു റീറ്റെയിലറുടെ റെസ്പോൺസ്. കസ്റ്റമറെ സംതൃപ്തിയോടെ ഷോപ്പിൽ നിന്നും പറഞ്ഞയക്കാൻ സാധിക്കുക. കസ്റ്റമർ ഇല്ലെങ്കിൽ കമ്പനി മാത്രം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല, ബ്രാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല, ബ്രാൻഡിൻ്റെ പരസ്യം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഷോപ്പിലേക്ക് കസ്റ്റമർ കയറി വരണം. കസ്റ്റമർ കയറി വരാൻ അയാളെ നല്ല പെരുമാറ്റം അയാൾക്ക് കാഴ്ചവെക്കണം. അയാളുടെ ഇഷ്യൂകൾക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കണം. അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കണം. ഗ്യാരണ്ടി പോളിസി കൃത്യമായിട്ട് നടപ്പിലാക്കണം. കമ്പനി ഗ്യാരണ്ടി തരില്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയാണെങ്കിലും
ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ പ്രശ്നം സോൾവ് ചെയ്ത് ആ കസ്റ്റമറെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ അടുപ്പിച്ചാലുള്ള ഗുണം എന്താണ്? 4 പേരോട് അല്ലെങ്കിൽ 10 പേരോട് ആ ഷോപ്പിനെ കുറിച്ച്, ആ റീറ്റെയിലറെ കുറിച്ച് സംസാരിക്കും. നല്ല റീറ്റെയിലറാണ്, കമ്പനി ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നേരിട്ട് ഡയറക്റ്റ് കയ്യിൽ നിന്നും ഒരു സർവീസ് പാർട്ടിയെ അറേഞ്ച് ചെയ്ത്, ഒരു റിപ്പയറെ അറേഞ്ച് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നു. അവിടെയാണ് കസ്റ്റമർ റാപ്പോ നിൽക്കുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു റീറ്റെയിലർ ആണെന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും ബ്രാൻഡിനേക്കാൾ ഉപരി, നല്ല പ്രോഡക്റ്റുകൾ, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റിനേക്കാൾ ഉപരി അദ്ദേഹം കൊടുക്കുന്നത് എന്തോ അത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ഒരു കസ്റ്റമർ വളർന്നാൽ അത് റീറ്റെയിലറിൻ്റെ സക്സസ് ആണ്, റീറ്റെയിൽ ബിസിനസ്സിൻ്റെ സക്സസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു റീറ്റെയിൽ ഷോപ്പിൽ സ്റ്റാഫിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു. ഒന്നുകൂടി അത് അടിവരയിടുകയാണ്. ഒരു റീറ്റെയിൽ ഷോപ്പ് സക്സസ് ആകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പായിട്ടും അവിടെ സ്റ്റാഫുകളുടെ ആ ഒത്തൊരുമയും കൂട്ടായ്മയാണ്. അവർക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം, ഇന്ന പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം, X and Y പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് നന്നായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു സ്റ്റാഫും ആ ഷോപ്പിലെ മാനേജ്മെൻറ്റും ആ സ്റ്റാഫും തീരുമാനിച്ചാൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. വരുന്ന കസ്റ്റമറുടെ അടുത്ത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാൻ പറ്റും, അതിൻ്റെ ഗുണനിലവാരങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും. മറ്റു പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും. പല ഷോപ്പുകളിലും ചെയ്യുന്ന മറ്റൊരു വലിയ കാര്യം, വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വച്ചിട്ട് വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ അവർ കാണിച്ച ശേഷം അതിനേക്കാൾ ഒരു സെക്കൻഡ് ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇതിനേക്കാൾ പ്രൈസ് കുറവാണ്, റേറ്റ് കുറവാണ്, ക്വാളിറ്റി കൂടുതലുണ്ട്. ആ രീതിയിൽ ഒരു റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റാഫുകളും മാനേജ്മെൻറ്റും വിചാരിച്ചാൽ ഏത് പ്രോഡക്റ്റും വിറ്റഴിക്കാൻ പറ്റും. കാരണം അത്രമാത്രം കഴിവുള്ളവരാണ് അവർ. കാരണം ആ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു റീറ്റെയിലർ ആണെങ്കിൽ അദ്ദേഹം പറയുന്ന പ്രോഡക്റ്റുകൾ കൺസ്യൂമർ വാങ്ങിക്കാൻ തയ്യാറാവും. ആ റീറ്റെയിലർ അത്രമാത്രം പവർഫുൾ ഒരാളായി മാറണമെങ്കിൽ, ഒരു റീറ്റെയിൽ ബിസിനസ് പവർഫുൾ ആകണമെങ്കിൽ, ഒരു റീറ്റെയിലർ പവർഫുൾ ആയി മാറണമെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണം. കസ്റ്റമറെ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറെ കൂടെ നിർത്താൻ സാധിക്കണം. ഒരു കാരണവശാലും വേറൊരു ഷോപ്പിലേക്ക് അദ്ദേഹം അന്വേഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അതിന് വേണമെങ്കിൽ ആ സ്റ്റാഫിൻ്റെയും ആ റീറ്റെയിലറുടെയും പെരുമാറ്റം തന്നെയാണ്. ആവർത്തിച്ച് പറയുന്നു, പെരുമാറ്റം നന്നായിരിക്കണം, ഒന്നിച്ച് നിർത്താൻ പറ്റണം. ആ സ്റ്റാഫുകൾക്കും ആ ഷോപ്പ് ഓണർക്കും ആ കസ്റ്റമറെ ഒന്നിച്ച് ചേർത്ത് നിർത്താൻ പറ്റുമ്പോൾ മാത്രമാണ് ഇത് എൻ്റെ ഷോപ്പാണെന്നുള്ള തോന്നൽ, ഇത് എൻ്റെ സ്ഥാപനമാണ് എന്നുള്ളൊരു തോന്നൽ ആ കസ്റ്റമർക്ക് വരുമ്പോൾ പിന്നെ ഒരു പ്രോഡക്റ്റുകളും മറ്റൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കാനോ മറ്റൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനോ ആ കൺസ്യൂമർ, ആ കസ്റ്റമർ തയ്യാറാകില്ല. ചെറിയൊരു കാര്യങ്ങൾക്കും ആ ഷോപ്പിലേക്ക് ഓടി വരികയും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനും ഒരു പരസ്പരമുള്ള ഇൻട്രാക്ഷനും ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു മനോഭാവവും ഈ കൺസ്യൂമറിൽ നിന്ന് കിട്ടിയാൽ റീറ്റെയിലറും ആ രീതിയിൽ ഒരു സ്മൈലിങ്ങോടെ അയാളെ റെസ്പെക്റ്റ് ചെയ്ത് എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി സംസാരിച്ചാൽ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് തന്നെ എല്ലാ കസ്റ്റമറും എത്തിച്ചേരും. നല്ലൊരു ബിസിനസ് ഓളിയത്തിലേക്ക് അദ്ദേഹത്തിന് ഉയർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പുതിയ ഏരിയയെക്കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്.